ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ഞങ്ങളിന്ന് എത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിയിട്ടുള്ളത്. അതിനായി ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലോട്ട് ഓയിലൊഴിച്ച് നമ്മൾ ഒരു അണ്ടിപ്പരിപ്പ് അതിൽ വറുത്തെടുക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അണ്ടിപ്പരിപ്പ് നന്നായി ഇതേ ഒരു പരുവത്തിൽ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിലോട്ട് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുക. ഉണക്കമുന്തിരി എന്ത് ചെയ്യുക, നമുക്കിങ്ങനെ നല്ലോണം അങ്ങനെ ഇളക്കി കൊടുത്ത് ഉണക്കമുന്തിരി ഇങ്ങനെ പൊന്തി വരുന്നൊരു സമയം വരും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, അത് രണ്ടും കോരിയെടുക്കാം. അതുപോലെ ഉണക്കമുന്തിരിയൊക്കെ നല്ല പൊന്തി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിത് എന്ത് ചെയ്യുക, അത് കോരി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബിരിയാണിയുടെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ള സവാള നമുക്ക് എന്ത് ചെയ്യാം, മൊരിയിച്ചെടുക്കാം. അതിനെ ഞങ്ങൾ മൊത്തം 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നൊരു 3 പിടി 2 സവാളയോളം ഞങ്ങൾ എന്ത് ചെയ്തു, ഇതിലൊക്കെ എടുത്തിട്ട് നന്നായി ആ ഓയിലിൽ തന്നെ ഇട്ട് നന്നായി ഇളക്കി നല്ലപോലെ ഒന്ന് മുരിയിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തുറന്നുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക, അതായത് ഇതുപോലെ നല്ല ഈ ഗോൾഡൻ ബ്രൗൺ നിറത്തിലാകുമ്പോൾ കോരി മാറ്റി വെക്കുക. എന്നിട്ട് അതെന്ത് ചെയ്യുക, നമ്മൾ മുന്നേ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസ് നമ്മളെന്ത് ചെയ്യുക, അപ്പോൾ തലേന്ന് മസാല പുരട്ടി വെച്ച ചിക്കൻ പീസാണ് കേട്ടോ, അത് നമ്മളെന്ത് ചെയ്യുക, ആ എണ്ണയിലോട്ട് വെച്ച് അതൊന്നൊരു ഹാഫ് വേവാവുന്ന രീതിക്ക് എന്ത് ചെയ്യുക, നമുക്കത് ഒന്ന് പൊരിച്ച് മാറ്റി വെക്കേണ്ടതുണ്ട്. എന്നാൽ പിന്നെ ഇറച്ചിയൊന്നും അങ്ങനെ ഉടയാത്ത കോലത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, ഇതുപോലെ കിട്ടുന്ന രീതിയിൽ ആ പകുതി വേവാവുന്ന രീതിയിൽ നമുക്കെന്ത് ചെയ്യുക, അത് പൊരിച്ച് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കെന്ത് ചെയ്യാം, അടുപ്പിലോട്ട് നമുക്കെന്ത് ചെയ്യാം, ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ആ എണ്ണ, ആ ഇറച്ചി പൊരിച്ച ബാക്കി വരുന്ന എണ്ണ നമുക്കെന്ത് ചെയ്യും, ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നമുക്കെന്ത് ചെയ്യാം, അതിൽ സവാള വഴറ്റിയെടുക്കാം. ആ ബിരിയാണിയുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാള ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി ഒരു സവാളയൊന്ന് വഴന്ന് വരുന്നവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ആ എണ്ണയുടെ കളറാണ് കേട്ടോ ആ കാണുന്നത്. അതിലോട്ട് എന്ത് ചെയ്യുക, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി വഴന്ന് വന്നതിന് ശേഷം അതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ഏകദേശമൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് രണ്ടും കൂടെ അരച്ച പേസ്റ്റും പിന്നെ അതിലോട്ട് നമുക്ക് കുറച്ച് തൈരും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവില്ല, ഒരു ടീസ്പൂണൊക്കെയാണ് ചേർക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി കുറച്ച് ചേർത്ത് പിന്നെ ഒരു 2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു 2 ടീസ്പൂൺ നമ്മൾ ഇന്ന് ഇവിടെ തന്നെ പൊടിച്ച ബിരിയാണി മസാല കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. ഉപ്പ് പാകത്തിനുള്ളത് നോക്കണം. ഇതൊന്ന് തിളച്ച് ഇറച്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, പാകത്തിനുള്ള ഉപ്പ് നോക്കേണ്ടതുണ്ട്. അങ്ങനെ ഇതൊക്കെ നല്ല ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്ത് ഏകദേശം ഇതുപോലെ ആവുന്ന സമയത്ത് അതിലോട്ട് നമ്മൾ മുന്നേ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി എന്ത് ചെയ്യാം, ഒന്ന് പൊടിച്ച് കുറച്ച് ഒരു പകുതിയോളം ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലോട്ട് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഇറച്ചി ചേർത്ത് കൊടുക്കുക. നമ്മുടെ ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ആ മസാലയും ഒക്കെ ആയി നന്നായി ഒന്ന് ഇളക്കി പിടിപ്പിച്ചതിന് ശേഷം അതിലോട്ട് കരിവേപ്പ്, മല്ലിയില, പുതിനയില ഇതൊക്കെ ഇട്ട് കണ്ട് എന്ത് ചെയ്യാം, നമുക്ക് അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇറച്ചി നമുക്ക് മാറ്റി വെച്ച് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചോറുണ്ടാക്കാനുള്ള പണികളിലോട്ട് കിടക്കാം. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം എടുത്ത് മാറ്റി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ചോറുണ്ടാക്കാനായി ഒരു കലം എടുത്ത് നമ്മൾ സ്റ്റവിലോട്ട് വെച്ച് അതിലോട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോറ് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലോട്ട് കുറച്ച് നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുത്ത് ആ പാകത്തിനുള്ള ഉപ്പെപ്പോഴും കുറച്ച് മുന്നോട്ട് ചേർത്ത് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് അതിലോട്ട് ആവശ്യമുള്ള കറുവാപ്പട്ട, ഏലക്ക, ബേ ലീഫ് ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ എന്ത് ചെയ്യുക, കഴുകി വെച്ച ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് കയമ്മ അരിയാണ്. അരി നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുത്ത് എന്ത് ചെയ്യുക, ഒന്ന് ഊറ്റിയെടുത്താൽ മതി. ഊറ്റിയെടുത്തതിന് ശേഷം അതുപോലെ നമ്മൾ ഒരു 90% വേവാകുന്ന സമയത്ത് ഊറ്റി നമ്മുടെ ചിക്കനെ മുകളിലോട്ട് ഒരു ലെയറാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം ആ ലെയറിന് മുകളിലോട്ട് നമ്മൾ മല്ലിച്ചപ്പും നമ്മുടെ വറുത്ത ഉള്ളിയും
അതേപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അടുത്ത ലെയർ ചോറിൻ്റെ കൂടെ എന്ത് ചെയ്യാം, ഇതിൻ്റെ മുകളിലോട്ടിട്ട് അതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ മുന്നേ ചെയ്തത് ആവർത്തിച്ച് ഒരു തുണി ഇങ്ങനെ ഒന്ന് റൗണ്ടാക്കി വെച്ചതിന് ശേഷം നല്ലൊരു ടൈറ്റുള്ള അടപ്പിട്ടിട്ട് എന്ത് ചെയ്യുക, ഇതടച്ച് അതിൻ്റെ മുകളിൽ അതുപോലെ ഒരു വെയിറ്റും വെച്ച് ദമ്മിട്ട് വെക്കുക. ആ 2-3 മണിക്കൂറിന് ശേഷം തുറക്കുമ്പോഴുള്ള സ്ഥിതിയാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടോ, ചോറൊക്കെ ഒന്നൊന്നിനോട് ഒട്ടാതെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇറച്ചിയും അതേപോലെ നല്ല സൂപ്പറായിട്ട് വെന്ത് പാകത്തിന് മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക.